നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ, യേശു യേശു അവനാരിലും മതിയായവൻ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താറുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നല്ല ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ നിമിഷവും ഞങ്ങളെ നടത്തുന്ന വൻകൃപകൾക്കായിട്ട് നന്ദി. എൻ്റെ അപ്പച്ചൻ അവിടുന്ന് ഞങ്ങളെ നടത്തിയാൽ ഞങ്ങൾ നടക്കും കർത്താവേ. വരമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പോർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ഇന്നുവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം 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 സ്തോത്രം. വീണ്ടും അപ്പൻ്റെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ, ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്നാകിയാൽ ഞങ്ങൾ അറിയിക്കുന്നതിന് മുൻപേ ഞങ്ങളുടെ ആവശ്യം അറിയാവുന്ന കർത്താവേ, അവിടുന്ന് ഹാലിൽ നാൾതോറും ഞങ്ങളുടെ ആവശ്യ ഭാരങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ച ദൈവം, കരുതിയ ദൈവം, പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തരട്ടപ്പാ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ പഠനം, ഹല്ലേലൂയ കർത്താവേ, എല്ലാം അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവ റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. നല്ല വിജയം കൊടുത്ത് മാനിക്കുവാൻ പോകുന്നത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. ശത്രു കാണാതോണം സൂക്ഷിച്ചു കൊള്ളുമാറാകണം. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും സമാധാനത്തോടെ കാത്തുകൊള്ളുമാറാകണമേ. വേണ്ടുന്ന സമാധാനവും സൗഖ്യവും സമൃദ്ധിയും കൊടുത്തവരെ മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ദാനമായ തലമുറകൾക്കായി നന്ദി കർത്താവേ. ബാലപിട കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി തരുമാറാകണമേ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം സമർപ്പിക്കുക കർത്താവേ. ആശുപത്രിയിലും ഭവനങ്ങളിലും ഒക്കെ കിടക്കയിലായിരിക്കുന്നവരുണ്ടപ്പാ, എൻ്റെ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അവിടെ വേണം. എൻ്റെ മക്കൾ സൗഖ്യം പ്രാപിക്കണം കർത്താവേ. എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആയുസ്സും ആരോഗ്യമൊക്കെ അവിടുത്തെ പക്കല. നീ ദാനം തന്ന് നടത്തുന്ന ദൈവമാകാൻ നന്ദി പറയുക. എല്ലായ്പ്പോഴും ഞങ്ങൾ സ്തോത്രം ചെയ്ത മക്കളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവമാ. ഞങ്ങളെ അവിടുന്ന് പൂർണ്ണമായി സൗഖ്യമാക്കുന്ന ദൈവമാ. അടിപ്പിണരാലുള്ള വിടുതലും സൗഖ്യം ഞങ്ങൾക്ക് തന്ന ദൈവമാ. ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ്. വീണ്ടും ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ രോഗികളെയും സമർപ്പിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, കൈകാൽക്ക് വേദനയുള്ളവർ, മുട്ടിൻ്റെ വേദനയാൽ, നടുവിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ഹല്ലേലൂയ ഉദരസംബന്ധമായ രോഗമുള്ളവർ കർത്താവേ സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. പനിയാൽ, ചുമയാൽ, ഉന്മിഷത്താൽ ഭാരപ്പെടുന്നവർ, തൈറോയിഡും ആസ്മ രോഗമുള്ളവർ കർത്താവേ. മഞ്ഞപ്പിത്തത്തിൻ്റെ പിടിയിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം മഹത്വം കർത്താവേ. ദൈവമായ കർത്താവ്, ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട്. കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്തവരുണ്ട്. ബുദ്ധിയില്ലാത്തവരുണ്ട്. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗിക്ക് വൈദ്യനും രോഗം നീക്കുന്ന മരുന്നും എൻ്റെ അപ്പനാ, സൗഖ്യദായകൻ അവിടുന്ന്. അവിടുത്തെ പക്കൽ സൗഖ്യമുണ്ടല്ലോ. മനസ്സറിവും കരുണയുമുള്ള ദൈവമേ, ഓരോ വ്യക്തികളോടും കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ യുവതി യുവക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് +1ലും +2ലും ഒക്കെ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ, അവരുടെ പഠനത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്ത ബോധമൊക്കെ അവർക്ക് കൊടുക്കണമേ. ഹല്ലേലൂയ കർത്താവെ, മ്ലേച്ഛ വഴികളിൽ അകപ്പെട്ടുവാൻ അനുവദിക്കരുതേ. ഫോണിനൊക്കെ അടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. കുഞ്ഞുങ്ങളെയൊക്കെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവിൻ്റെ പൈതങ്ങളാക്കി തീർക്കണമേ. അവരുടെ ഭാവിയെക്കുറിച്ചൊരു ഉത്തരവാദിത്ത ബോധം അവർക്ക് കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, നീ എല്ലാം അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം 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 കർത്താവ്.
ദൈവമായ കർത്താവേ, ഹാലലിയ ഹാലലിയ ഹാലലിയ. കർത്താവ് പ്രത്യേകിച്ച് ഹാലലിയ ശാന്തമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മകളുടെ തൊണ്ടയിലെ ഹാലലിയ, കർത്താവെ മുഴ, എൻ്റെ കർത്താവെ ഓപ്പറേഷനായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതല്ല. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നിനക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. പാവപ്പെട്ട നിൻ്റെ മകളോട് കർത്താവ് കരുണ കാണിക്കണം, അത്ഭുതം പ്രവർത്തിക്കുമാറാകണം. പൂർണ്ണമായ ഒരു സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവിൻ്റെ കരം ചാർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയപ്പാ. ആമേൻ. ഹാലലിയ. നീ അനാഥർക്ക് പിതാവ്, വിധവയ്ക്ക് കാന്തന, നല്ല പിതാവായി കൂട്ടിരുന്ന് നിൻ്റെ മകളെ സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും സമർപ്പിക്കുക. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളുമായി കടന്നു വരിക, ആവശ്യ ഭാരങ്ങളെ സമർപ്പിക്കുക. എൻ്റെ കർത്താവ് എല്ലാം അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം സ്തോത്രം. ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെന്ന് വിട്ടുവിക്കുന്ന ദൈവമാകിയാൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ച് സഹായിച്ച് വിട്ടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.